ഹലോ, ഞാൻ ഇച്ചിരി മോര് കാച്ചാൻ പോവുക അല്ലേ. മോര് കാച്ചുന്ന തേങ്ങ അരയ്ക്കാതെ മോര്, തോട്ടുമോരെന്നൊക്കെ പറയും, പല രീതിയിലും പറയും. അപ്പം ഞാൻ അതുപോലൊന്ന് വരും. ഇതിനകത്ത് കടുക് ഇടുന്നില്ല, ഉലുവ മാത്രമാണ് ഇടുന്നത്. അപ്പം ചീഞ്ചട്ടി ചൂടായി, പാത്രം തവ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുക്കാം. കടുകല്ല, ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ആദ്യം ഈ മുളക് ഒന്നിട്ട് കൊടുക്കാം. ആദ്യം വറ്റൽമുളക് ഇട്ട് ഒന്ന് ചുമക്കണം. വറ്റൽമുളക് കടുക് വറക്കാനിരുന്ന മുളക് ഒന്ന് ചുമക്കണം. മുളക് ഇട്ട് കൊടുക്കും. ഇനി ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് രണ്ട് കറിവേപ്പില കഴുകി വെക്കുന്നില്ല, അതിനകത്ത് വെള്ളം കാണും. വേണ്ട മുളകും ഉള്ളി കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. തീ ഓഫാക്കിയിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ മോരടുപ്പിലോട്ട് വെക്കുക. പാത്രത്തിൽ മോരടുപ്പിലോട്ട് വെച്ചിട്ട് കണ്ട. ഇതിനകത്ത് വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. കണ്ട, വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതാ കണ്ടോ, ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്, പരുവത്തിന് ഉപ്പുണ്ട്. കടുക് വറുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഇത് ഇത്രയും കടുക് വറുത്തിട്ട് ഇതിനകത്ത് വെളുത്തുള്ളിയോ ജീരകമോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നല്ല മോരായത്. ഇതിങ്ങനെ ഒന്ന് ഈ മോരൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അത് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയും കൂടെ വെച്ച് നോക്കും. വെളുത്തുള്ളിയും ജീരകവും ഒന്നും അരയ്ക്കണ്ട, ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാൻ. കണ്ട അതിൻ്റെ ആ കളറും നിറവും. മുളക് പൊടി പോലും ഇടണ്ട, അതിന് ഒന്നും വേണ്ട. അപ്പം നമ്മുടെ മോരും റെഡി ആയിട്ടുണ്ട് ഇവിടെ. എന്താ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.